കലാനിലയം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് രക്തരക്ഷസ്, കടമറ്റത്തനാര്, കായംകുളം കൊച്ചുണ്ണി, ഇങ്ങനെ ഒരു ഇതാണ്. പുതിയൊരു നാടകത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അതായത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ ഇത്രയും നാൾ ചെയ്ത നാടകമല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിക്കുന്ന ഒരു സയൻസ് ഫിക്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു നമുക്കിപ്പം സിനിമയിൽ ഇതൊക്കെ പോസിബിൾ ആണല്ലോ, ഇപ്പം അന്യഗ്രഹത്തിലേക്ക് പോകുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ ഏതെങ്കിലും നാടകത്തിൻ്റെ ഒരു ചിന്ത, ഒരു സ്പാർക്കൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ സയൻറ്റിഫിക് ആയിട്ടൊരു ഡ്രാമയെ പറ്റി നമ്മൾ ചിന്തിക്കും, പക്ഷേ അതൊക്കെ നമുക്കിപ്പോൾ സേഫ് സോണിലാവണമല്ലോ. ഇപ്പം നമ്മൾ അതിലേക്ക് പോകുന്നതിനേക്കാളും ഒരു സേഫ് സോൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം മനുഷ്യൻ്റെ മനസ്സിൽ രക്തരക്ഷസ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര കൊല്ലം ഇട്ടാലും രക്തരക്ഷസ് കാണാനുണ്ടാവും. സെക്കൻഡ് പാർട്ട് ഇനി വരുന്നു, സെക്കൻഡ് പാർട്ട്. അതും ഈ ഒരു ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ നാടകം കഴിയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ആ നാടകം ഈ നാടകം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് പുതിയ കഥയുടെ തുടക്കം എന്ന് പറഞ്ഞു. അപ്പം അതും പറഞ്ഞ ആൾക്കാർ ഇറങ്ങും. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രക്തരക്ഷ സെക്കൻഡ് പാർട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇനി അടുത്ത വർഷമൊക്കെ നാടകം കളിക്കുമ്പോൾ ഒരു കോംബോ ടിക്കറ്റ് കൊടുക്കാം. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ട്. ആദ്യത്തെ 10 ദിവസം ഫസ്റ്റ് പാർട്ട്, പിന്നെയുള്ള 20 ദിവസം സെക്കൻഡ് പാർട്ട്. ഒരു കോംബോ ടിക്കറ്റ് കൊടുക്കാം. അപ്പോൾ അതൊരു പുതിയൊരു ഇതൊക്കെ അട്രാക്ഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഒന്ന് സേഫ് സോണിലാവണം. പലാവുദ്ദീൻ നമുക്ക് എടുക്കാം. നമ്മുടെ ഓൾറെഡി എനിക്കിപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ എല്ലാം നമുക്കറിയാം. എന്നെ സംബന്ധിച്ച് ദൈവം സഹായിച്ച് എനിക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അച്ഛൻ നാടകമൊന്നും ഡയറക്റ്റ് ചെയ്യാനോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ഹോസ്റ്റലിലാണ് പഠിച്ചത്. പക്ഷേ ഈ റിഹേഴ്സൽ കാണാൻ എന്തെങ്കിലും പനിയാണെന്നോ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഞാൻ ചാടി വരും. എന്നിട്ട് അച്ഛൻ്റെ ബാക്കിലിരിക്കും. ശരി. അപ്പം അച്ഛൻ ചെയ്യുന്നത് കണ്ടതും പിന്നെ അന്നത്തെ ആൾക്കാരുടെ അഭിനയം അതെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കൊച്ചു കുട്ടിക്കാലം തൊട്ട് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ വീട്ടുകാരെന്താവശ്യവനും കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കണം. ഞാൻ അദ്ദേഹത്തിനെ കൊച്ചുണ്ണി മാമ എന്നാണ് വിളിക്കുക. പിന്നെ പാപ്പനംകോട് ലക്ഷ്മണനകത്ത് കടുവാച്ചേരി വാവാന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായിരുന്നു. പാട്ട് എഴുതുക മാത്രം അല്ല, അദ്ദേഹം ശരിക്കും ആദ്യം തയ്ക്കാനാണ് വന്നത്. അദ്ദേഹമാണ് ഈ പ്രധാനപ്പെട്ട പാട്ടുകളെല്ലാം അദ്ദേഹം തയ്ക്കാൻ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്ഥിരം നാടകം വരുമ്പോൾ അതിനകത്ത് അവതരണ ഗാനം വേണം. അപ്പോൾ നമ്മുടെ ശ്രീകുമാരൻ തമ്പിയുടെ വൈഫിൻ്റെ അച്ഛൻ വൈക്കം മണി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് വന്ന് സാറേ ഈ ലക്ഷ്മണൻ നന്നായിട്ട് പാട്ടൊക്കെ എഴുതുന്നത്, നമുക്കൊന്ന് പരീക്ഷിച്ചാലോ, എന്നാൽ നമുക്ക് അവനെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കാം. അങ്ങനെ അദ്ദേഹം എഴുതിയതാണ് ഈ സൽക്കലാ ദേവിതൻ എന്നുള്ള പാട്ട്. ഇന്നും മനുഷ്യൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടക്കണ ഒരു പാട്ട്. അങ്ങനെ പാട്ടുകൾ എഴുതി അതിനുശേഷം കോമഡി സീൻസ് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി ഒരു കോമഡി ക്യാരക്ടറാണ് കടുവാച്ചേരി വാവ, അദ്ദേഹത്തിൻ്റെ സഹായി. ഞാൻ ഇത് കണ്ട് അദ്ദേഹത്തിനെ നമ്മൾ വാവാന്നാണ് വിളിക്കുക. അപ്പോൾ ഇവരുടെയൊക്കെ അഭിനയം വീട്ടുകാരെന്താ പക്ഷേ CI പോൾ നമ്മുടെ നാട്ടിലാണ്. കടമറ്റത്ത് കത്തനാരായിട്ടാണ് വന്നത്. അതുപോലെ വൈക്കം മണി സാറ്, കുണ്ട്ര ബാസി, അങ്ങനെ എത്രയോ വലിയ ആൾക്കാർ, അക്ബർ ശങ്കരപിള്ള, പിന്നെ കൊല്ലം ശങ്കർ. അപ്പോൾ ഇവരുടെയൊക്കെ നാടകം ഈ അഭിനയം കണ്ട് നമ്മുടെ മനസ്സും എല്ലാം ഇതിനകത്ത് തന്നെയാണ് കിടക്കണത്. പിന്നെ അച്ഛൻ്റെ പിന്നിൽ ഇരുന്നിട്ട് ഇത് കാണും. പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ മറ്റേ സെറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകും, അവിടെ പോയി നോക്കിക്കൊണ്ടിരിക്കും. അവിടെ വരയ്ക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടാണ് എനിക്ക് ഇതിപ്പോൾ ഈ നാടകമൊക്കെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ അച്ഛൻ്റെ ഡയറക്ഷൻ ഞാനൊന്നും പഠിച്ചിട്ടുമില്ല, എനിക്ക് വേറൊരു നാടകം ചെയ്യാൻ അറിയുമില്ല. ഇപ്പം നമ്മളിതിൻ്റെ അച്ഛൻ്റെ ഫൗണ്ടേഷൻ്റെ കെയർ ഓഫിൽ ഹിഡുംബി എന്നൊക്കെ പറഞ്ഞ നാടകം, എന്താ പറയുക, ഏകാംഗ നാടകങ്ങൾ, എനിക്ക് ഒരാളെ വെച്ചിട്ടൊരു നാടകമൊന്നും എനിക്ക് ചെയ്യാനാറുണ്ട്. പക്ഷെ കലാനിലയത്തിൽ എന്തൊക്കെ അത്ഭുതം ചെയ്യാനും എനിക്ക് സാധിക്കും. അത് അച്ഛൻ്റെയും അമ്മയുടെയും പണ്ടുണ്ടായ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.